ഒന്നാലോചിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ മറ്റൊരാളുടെ അനുവാദത്തിനോ പണത്തിനോ വേണ്ടി കാത്തുനിൽക്കേണ്ടതില്ലെങ്കിൽ അത് എത്രത്തോളം ആശ്വാസകരമായിരിക്കും. മിക്ക സ്ത്രീകളുടെയും ജീവിതം ഇന്നും ഒരു അനുവാദത്തിന് പുറത്താണ് നിൽക്കുന്നത്. മക്കളുടെ പഠനമാകട്ടെ, സ്വന്തം ചികിത്സയാകട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ആഗ്രഹം നിറവേറ്റലാകട്ടെ. കൈ നീട്ടേണ്ടി വരുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ പണത്തിന്മേൽ നിങ്ങൾക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ്. ആചാര്യ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ എഴുതിവെച്ചു, അർത്ഥസ്യ പുരുഷോ ദാസഃ, പണത്തിന്റെ ദാസനാണ് മനുഷ്യൻ. എന്നാൽ ചാണക്യൻ സ്വർണ്ണലിപികളിൽ മറ്റൊന്നുകൂടി എഴുതിയിട്ടുണ്ട്. പണം കയ്യിലുള്ള സ്ത്രീയെ കീഴടക്കാൻ ഒരു ചക്രവർത്തിക്കും കഴിയില്ല. കാരണം പണം അവൾക്ക് നൽകുന്നത് വെറുമൊരു സൗകര്യമല്ല, അത് അവളുടെ ആത്മാഭിമാനമാണ്. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ നേരിടുന്ന നിശബ്ദമായ ഒരു അടിമത്തത്തെക്കുറിച്ചാണ്. സാമ്പത്തിക പരാധീനത. നിങ്ങൾ ഒരു വീട്ടുജോലി മാത്രം ചെയ്യുന്ന സ്ത്രീയാകട്ടെ, അല്ലെങ്കിൽ മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരാകട്ടെ, നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണിയെടുക്കുന്നുണ്ടോ, അതോ പണത്തിനു വേണ്ടി നിങ്ങൾ ഓടുകയാണോ? അടുത്ത 10 മിനിറ്റുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തന്ത്രജ്ഞനായ ചാണക്യന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. സമ്പാദിക്കാനും നിക്ഷേപിക്കാനും അതിലുപരി സാമ്പത്തികമായി ഒരു മഹാസാമ്രാജ്യം നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ പടുത്തുയർത്താനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഇത് വെറും ഒരു മണി സേവിംഗ് ടിപ്സ് അല്ല. ഇത് നിങ്ങളുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു സാമ്പത്തിക വിപ്ലവമാണ്. ഈ 15 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും. തയ്യാറാണോ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ആ ചാണക്യ രഹസ്യങ്ങളിലേക്ക്. പണം നിങ്ങളുടെ അദൃശ്യ കവചം. മണി, യുവർ ഇൻവിസിബിൾ ഷീൽഡ്. നമ്മുടെ സമൂഹത്തിൽ ഒരു പറച്ചിലുണ്ട്, പണം സന്തോഷം നൽകില്ല എന്ന്. എന്നാൽ ചാണക്യൻ ഇതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യം ജീവിച്ചിരിക്കുമ്പോഴുള്ള മരണമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണം എന്നത് ആഡംബരത്തിനുള്ള മാർഗമല്ല, മറിച്ച് അത് അവരുടെ അദൃശ്യ കവചമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു കവചം എന്ന് വിളിക്കുന്നത്? ജീവിതം എപ്പോഴും ഒരുപോലെ മുന്നോട്ടു പോകില്ല. അപ്രതീക്ഷിതമായി വരുന്ന രോഗങ്ങൾ, കുടുംബത്തിലെ സാമ്പത്തിക തകർച്ചകൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളെ തളരാതെ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ കൈവശമുള്ള സാമ്പത്തിക ഭദ്രതയാണ്. 1. ആത്മവിശ്വാസത്തിന്റെ ഉറവിടം. സ്വന്തം പേഴ്സിൽ ആവശ്യത്തിന് പണമുള്ള ഒരു സ്ത്രീയുടെ നടത്തത്തിലും സംസാരത്തിലും ഒരു പ്രത്യേക ആത്മവിശ്വാസം ഉണ്ടാകും. ഒരു ചെറിയ കാര്യത്തിന് പോലും ഭർത്താവിനോടോ അച്ഛനോടോ അനുവാദം ചോദിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ സ്വയംഭരണാധികാരത്തെ, ഓട്ടോണമി ഇല്ലാതാക്കുന്നു. ചാണക്യനീതി പ്രകാരം സ്വയം പര്യാപ്തതയുള്ള സ്ത്രീയെ ആർക്കും അടിമയാക്കാൻ കഴിയില്ല. 2. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം. കുടുംബത്തിലെ സുപ്രധാന തീരുമാനങ്ങളിൽ നിങ്ങളുടെ വാക്കിന് വില ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കണം. പണമില്ലാത്തവന്റെ വാക്കുകൾ ലോകം കേൾക്കില്ല എന്ന് ചാണക്യൻ തറപ്പിച്ചു പറയുന്നു. നിങ്ങളുടെ മക്കളുടെ ഭാവി നിർണ്ണയിക്കാനോ ഒരു വീട് വാങ്ങാനോ ഉള്ള ചർച്ചകളിൽ നിങ്ങൾക്കും തുല്യ പങ്കാളിത്തം വേണമെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾ ശാക്തീകരിക്കപ്പെടണം. 3. പ്രതിസന്ധികളിലെ രക്ഷാകവചം. വീടിനുള്ളിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ഭയമില്ലാതെ നേരിടാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ധൈര്യം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആണ്. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എനിക്ക് ജീവിക്കാൻ ആരുടെയും സഹായം വേണ്ട എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവർ പിന്നോട്ടു പോകും. സുഹൃത്തുക്കളെ, പണത്തെ സ്നേഹിക്കാനല്ല ഞാൻ പറയുന്നത്, പണത്തെ ആദരിക്കാനാണ്. ലക്ഷ്മി ദേവി ചഞ്ചലയാണ്, അവൾ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷേ ബുദ്ധിയുള്ള സ്ത്രീ ആ ഒഴുക്കിനെ തന്റെ വീടിന് ചുറ്റുമുള്ള ഒരു സംരക്ഷണ കവചമാക്കി മാറ്റും. ഓർക്കുക, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ നിശബ്ദമായ കരുത്താണ്. അത് ആരോടും വിളിച്ചു പറയേണ്ടതില്ല, പക്ഷെ അത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ചെറിയ തുള്ളിപ്പെരുവെള്ളം. ദ പവർ ഓഫ് മൈക്രോ സേവിങ്സ്. പല സ്ത്രീകളും എന്നോട് ചോദിക്കാറുണ്ട്, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് സ്വന്തമായി ശമ്പളമില്ല, പിന്നെ ഞാൻ എങ്ങനെ സമ്പാദിക്കാനാണ്? ഇവിടെയാണ് ചാണക്യന്റെ ഏറ്റവും വലിയ സാമ്പത്തിക തത്വം നമ്മൾ ഓർക്കേണ്ടത്. ജലബിന്ദു നിപാതേന ക്രമശഃ പൂര്യതേ ഘടഃ. അതായത് ഓരോ തുള്ളി വെള്ളം വീണാണ് ഒരു വലിയ കുടം നിറയുന്നത്. നിങ്ങൾ വലിയൊരു തുക ഒന്നിച്ച് നിക്ഷേപിക്കാൻ കാത്തിരിക്കരുത്. അതൊരിക്കലും നടന്നെന്ന് വരില്ല. പകരം നിങ്ങളുടെ കൈകളിലൂടെ കടന്നുപോകുന്ന ഓരോ ചെറിയ തുകയെയും ബഹുമാനിച്ചു തുടങ്ങുക. 1. മിച്ചം പിടിക്കലല്ല, മാറ്റിവെക്കൽ. സേവിംഗ് ആസ് എ പ്രയോറിറ്റി. ഭൂരിഭാഗം ആളുകളും ചെലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് സമ്പാദിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നത് ആദ്യം സമ്പാദ്യം മാറ്റിവെക്കുക, ബാക്കിയുള്ളത് കൊണ്ട് ചെലവുകൾ നടത്തുക എന്നാണ്. അടുക്കള ബജറ്റിൽ നിന്ന് നിങ്ങൾ ലാഭിക്കുന്ന 10 രൂപയോ 50 രൂപയോ നിസ്സാരമല്ല. ഒരു മാസം കഴിയുമ്പോൾ അത് വലിയൊരു തുകയായി മാറും. 2. അദൃശ്യമായ വരുമാനം. അനാവശ്യമായ ഒരു പർച്ചേസ് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അത്രയും പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓഫർ കണ്ടതുകൊണ്ട് മാത്രം ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ പണം ലാഭിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നത് നഷ്ടപ്പെടുത്തുകയാണ്. ബുദ്ധിയുള്ള സ്ത്രീക്കറിയാം തന്റെ വീട്ടിലെ ഓരോ വസ്തുവും ആവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന്. 3. പണത്തിന്റെ മൂല്യം. റെസ്പെക്ടിംഗ് മണി. പണത്തെ ബഹുമാനിക്കുന്നവന്റെ അടുക്കൽ മാത്രമേ ലക്ഷ്മി നിലനിൽക്കൂ. ചാണക്യൻ പറയുന്നു, ചെറിയ തുകയാണെന്ന് കരുതി പണത്തെ അവഗണിക്കുന്നവൻ ഒരിക്കലും ധനവാനാകില്ല.
നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയും ഒരു വിത്താണ്. അത് കൃത്യമായി മണ്ണിലിട്ടാൽ, നിക്ഷേപിച്ചാൽ അത് വലിയൊരു മരമായി വളരും. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ ഒരു പ്രതിജ്ഞ എടുക്കുക. ഒരു ദിവസം പോലും ഒരു ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കാതെ ഞാൻ ഉറങ്ങില്ല എന്ന്. നിങ്ങളുടെ ഈ ചെറിയ ചുവടുവെപ്പാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ. മറ്റൊരാൾ തരുന്ന പണത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളുടെ മിതവ്യയത്തിലൂടെ സ്വന്തമായി ഒരു സമ്പാദ്യം കെട്ടിപ്പടുക്കുക. ആബദ്ധനം, രഹസ്യ നിക്ഷേപം, ദ സീക്രട്ട് എമർജൻസി ഫണ്ട്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു രഹസ്യം പങ്കുവെക്കുന്നുണ്ട്. ഒരു വിവേകിയായ സ്ത്രീ എപ്പോഴും തന്റെ പക്കൽ അല്പം ആബദ്ധനം സൂക്ഷിക്കണം. ഇത് കുടുംബത്തെ ചതിക്കാനോ ഭർത്താവിൽ നിന്ന് പണം ഒളിപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് കുടുംബത്തിന്റെ തകർച്ചയുടെ സമയത്ത് ഒരു രക്ഷകയാകാൻ വേണ്ടിയുള്ളതാണ്. പലപ്പോഴും പുരുഷന്മാർ പുറത്തെ ലോകത്ത് പോരാടുമ്പോൾ അപ്രതീക്ഷിതമായി അവർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ തകർച്ച സംഭവിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലെ അടുക്കളയുടെ വിളക്കണയാതിരിക്കാൻ ഈ രഹസ്യ നിക്ഷേപം സഹായിക്കും. 1. എന്താണ് ആബദ്ധനം? ഡെഫിനിഷൻ ഓഫ് എമർജൻസി ഫണ്ട്. ഇത് നിങ്ങളുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ട് അല്ല. ഇത് ഒരു പ്രത്യേക ഫണ്ടാണ്. ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തെ വീട്ടുചെലവിനുള്ള പണം ഇതിലുണ്ടായിരിക്കണം. നിങ്ങൾ അത് മാറ്റിവെച്ച കാര്യം ലോകം അറിയേണ്ടതില്ല. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ സുരക്ഷാ പ്ലാൻ ശത്രുക്കൾ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും അറിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അറിവ് അഹങ്കാരത്തിലേക്കും അശ്രദ്ധയിലേക്കും നയിച്ചേക്കാം. 2. എങ്ങനെ ഈ ഫണ്ട് നിർമ്മിക്കാം? നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെയോ വീട്ടാവശ്യത്തിന് കിട്ടുന്ന പണത്തിന്റെയോ ഒരു നിശ്ചിത ശതമാനം, ഉദാഹരണത്തിന് 10% ഈ ഫണ്ടിലേക്ക് മാറ്റുക. ഇത് ഒരിക്കലും ആഭരണങ്ങൾ വാങ്ങാനോ വിനോദയാത്രകൾക്കോ ഉപയോഗിക്കരുത്. ഇത് ശരിക്കും ഒരു ബ്രേക്ക് ഗ്ലാസ് ഇൻ കേസ് ഓഫ് എമർജൻസി പ്ലാൻ ആയിരിക്കണം. 3. സ്ത്രീകൾക്ക് ഇത് നൽകുന്ന മാനസിക കരുത്ത്. സ്വന്തം കയ്യിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പണമുണ്ടെന്ന ബോധം ഒരു സ്ത്രീക്ക് നൽകുന്ന ധൈര്യം വാക്കുകൾക്ക് അതീതമാണ്. വീടിനുള്ളിൽ ഒരു തർക്കമുണ്ടാകുമ്പോഴോ മക്കൾക്കൊരു അത്യാവശ്യം വരുമ്പോഴോ ഇനി എന്തു ചെയ്യും എന്ന് ഭയന്ന് കരയേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരില്ല. ചാണക്യ നീതി പ്രകാരം ധനമുള്ളവന്റെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ അമ്മൂമ്മമാർ അരിപ്പത്രത്തിലും മറ്റും പണം ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഓർമ്മയില്ലേ? അത് വെറുമൊരു ശീലമായിരുന്നില്ല. അത് ചാണക്യൻ പഠിപ്പിച്ച ആബദ്ധനത്തിന്റെ ലളിതമായ രൂപമായിരുന്നു. ഇന്നത് നിങ്ങൾ ഡിജിറ്റലായിട്ടോ അല്ലാതെയോ ചെയ്യുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ കുടുംബം തകരാതിരിക്കാൻ നിങ്ങൾ ഒരുക്കുന്ന ഈ രഹസ്യ നിക്ഷേപം നാളെ അവരെ അത്ഭുതപ്പെടുത്തും. സ്വർണം, ചാണക്യന്റെ കാഴ്ചപ്പാട്. ഗോൾഡ്, ദി എവർലാസ്റ്റിംഗ് വെൽത്ത്. ചാണക്യനീതി പ്രകാരം ഒരു സ്ത്രീയുടെ ആഭരണങ്ങൾ അവളുടെ അലങ്കാരത്തിന് മാത്രമല്ല, അവളുടെ ആപത്കാല സുഹൃത്തു കൂടിയാണ്. ലോകം മുഴുവൻ തകർന്നാലും, യുദ്ധം വന്നാലും, പണത്തിന്റെ മൂല്യം ഇടിഞ്ഞാലും സ്വർണത്തിന്റെ മൂല്യം എന്നും നിലനിൽക്കും. സ്വർണം ഒരു ലിക്വിഡ് അസറ്റ്, ഗോൾഡ് ആസ് ലിക്വിഡ് അസറ്റ്. ചാണക്യൻ പറയുന്നു, ആവശ്യ സമയത്ത് ഉപകരിക്കാത്ത വിദ്യയും പണവും നിഷ്പ്രയോജനമാണ്. സ്വർണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാം എന്നതാണ്. മറ്റ് നിക്ഷേപങ്ങൾ വിൽക്കാൻ സമയമെടുക്കുമ്പോൾ സ്വർണം നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അത് വെറും ഫാഷൻ നോക്കി വാങ്ങാതെ അതിന്റെ പരിശുദ്ധിയും മൂല്യവും നോക്കി വാങ്ങുക. സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം. ചാണക്യന്റെ കാലം മുതൽക്കേ പറയുന്ന ഒന്നാണ് ഒരു സ്ത്രീയുടെ സ്വർണത്തിന്മേൽ അവൾക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കണമെന്നത്. അത് പണയം വെക്കാനോ വിൽക്കാനോ ഉള്ള തീരുമാനം അവളുടേതു മാത്രമായിരിക്കണം. കുടുംബത്തിന്റെ വലിയ പ്രതിസന്ധികളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണിത്. അനാവശ്യ കാര്യങ്ങൾക്കായി സ്വർണം പണയം വെക്കുന്ന ശീലം ദാരിദ്ര്യത്തിലേക്കുള്ള വഴിയാണെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ആധുനിക നിക്ഷേപ രീതികൾ. ഇന്ന് സ്വർണം ആഭരണങ്ങളായി മാത്രമല്ല, ഗോൾഡ് ബോണ്ടുകൾ, ഗോൾഡ് ബോൺസ് ആയോ ഡിജിറ്റൽ ഗോൾഡായോ സൂക്ഷിക്കാം. പണിക്കൂലി, മേക്കിംഗ് ചാർജ് ഇല്ലാതെ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഇത്തരം വഴികൾ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി എന്ന് ആധുനിക അർത്ഥശാസ്ത്രം പറയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ തരി സ്വർണവും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അത് വെറുതെ ലോക്കറിൽ വെച്ച് പൂട്ടാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയായി കാണാനുള്ളതാണ്. സ്വർണം വാങ്ങുന്നതിലൂടെ നിങ്ങളൊരു ആഭരണമല്ല വാങ്ങുന്നത്, നിങ്ങളുടെ മക്കളുടെയും സുരക്ഷിതമായ ഭാവിയാണ് കെട്ടിപ്പടുക്കുന്നത്. കടം എന്ന വിഷപ്പാമ്പ്, ദ ഡെഡ്ലി ട്രാപ്പ് ഓഫ് ഡെറ്റ്. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കടക്കാരൻ ജീവിച്ചിരിക്കുന്ന ശവത്തിന് തുല്യനാണ്. കേൾക്കുമ്പോൾ കഠിനമായി തോന്നാം, പക്ഷേ കടം ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെയും സ്വതന്ത്ര ചിന്തയെയും എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നു. വീടിനുള്ളിലെ സമാധാനം കെടുത്തുന്ന ഏറ്റവും വലിയ വില്ലൻ പലപ്പോഴും കടബാധ്യതകളാണ്. അനാവശ്യമായ ആഡംബരങ്ങൾക്കും മറ്റുള്ളവരെ കാണിക്കാനുള്ള ആഘോഷങ്ങൾക്കും വേണ്ടി കടം വാങ്ങുന്ന സ്ത്രീ തന്റെ കുടുംബത്തിന്റെ നാശത്തിന് വിത്തുപാകുകയാണ് ചെയ്യുന്നത്. 1. കടം ഒരു വിഷമാണ്. ഡെറ്റ് ഈസ് പോയ്സൺ. ചാണക്യനീതി പ്രകാരം ശത്രുവിനെയും കടത്തെയും തീയിനെയും അതിന്റെ ബാക്കി പത്രം പോലും ഇല്ലാത്ത വിധം നശിപ്പിക്കണം. കുറച്ച് കടമുണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കരുത്. അത് പലിശയിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷപ്പാമ്പാണ്. അത് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കൊത്താം. 2. ആധുനിക കടക്കെണികൾ, ദ മോഡേൺ ട്രാപ്സ്. ഇന്ന് ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ വാങ്ങൂ, പിന്നീട് പണം അടയ്ക്കൂ, ബൈ നോ പേ ലേറ്റർ എന്ന പദ്ധതികളും നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം. കയ്യിലില്ലാത്ത പണം ചിലവാക്കുന്നത് ദാരിദ്ര്യത്തിലേക്കുള്ള എളുപ്പവഴിയാണ്.
ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇതെന്റെ ആവശ്യമാണോ അതോ ആഗ്രഹമാണോ? ആവശ്യത്തിന് കടം വാങ്ങാം, എന്നാൽ ആഗ്രഹത്തിനു വേണ്ടി കടം വാങ്ങുന്നത് ആത്മഹത്യാപരമാണ്. 3. കടത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? നിങ്ങൾ നിലവിൽ കടബാധ്യതയുള്ളവരാണെങ്കിൽ ചാണക്യൻ പറയുന്ന തന്ത്രം ഇതാണ്. ആദ്യം ഏറ്റവും ചെറിയ കടങ്ങൾ വീട്ടി തീർക്കുക. ഇത് നിങ്ങൾക്ക് വലിയൊരു മാനസിക വിജയം നൽകും. പിന്നീട് വലിയ കടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം കടം തീർക്കാൻ മാറ്റിവെക്കുക. വയറ് മുറുക്കി ഉടുത്താണെങ്കിലും കടമില്ലാത്തവനായി ഉറങ്ങുന്നതാണ് ഏറ്റവും വലിയ സുഖം. സുഹൃത്തുക്കളെ, 1 രൂപയുടെ കടം പോലുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. മറ്റൊരാളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരുന്നത് പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ വാങ്ങിയ കടം കൊണ്ടാണ്. ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക. ലളിതമായ ജീവിതം നയിക്കുക, പക്ഷേ ആർക്കും കീഴ്പ്പെടാത്ത മനസ്സുമായി ജീവിക്കുക. വരുമാനത്തിന്റെ പുതിയ വഴികൾ. ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. ഒരൊറ്റ തൂണിൽ നിൽക്കുന്ന കെട്ടിടം അധികകാലം നിലനിൽക്കില്ല. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അതുപോലെയാണ്. ഭർത്താവിന്റെയോ അച്ഛന്റെയോ വരുമാനമാകുന്ന ഒരൊറ്റ തൂണിലാണ് നിങ്ങളുടെ ജീവിതം നിൽക്കുന്നതെങ്കിൽ ആ തൂണിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ലോകം തകർന്നു പോകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാന മാർഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഓപ്ഷനല്ല, അതൊരു അത്യാവശ്യമാണ്. 1. വൈദഗ്ധ്യമാണ് യഥാർത്ഥ സമ്പത്ത്. സ്കിൽ ഈസ് വെൽത്ത്. ചാണക്യൻ പറഞ്ഞു, വിദ്യ മോഷ്ടിക്കാൻ കഴിയില്ല, അതെവിടെയും നിങ്ങൾക്ക് തുണയാകും. നിങ്ങൾ നന്നായി പാചകം ചെയ്യുന്നവരാകാം, തയ്യൽ അറിയുന്നവരാകാം, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാകാം. നിങ്ങളുടെ ഈ കഴിവുകളെ വരുമാനമാക്കി മാറ്റുക. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന 100 കണക്കിന് തൊഴിലുകൾ ഇന്ന് ലഭ്യമാണ്. 1 രൂപയെങ്കിലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മാഭിമാനം വാക്കുകൾക്ക് അതീതമാണ്. 2. നിഷ്ക്രിയ വരുമാനം. ദ പവർ ഓഫ് പാസീവ് ഇൻകം. പണമുണ്ടാക്കാൻ നിങ്ങൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം എന്നില്ല. ചാണക്യ തത്വപ്രകാരം പണം നിങ്ങൾക്കായി പണിയെടുക്കണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും വരുമാനം നൽകുന്ന നിക്ഷേപങ്ങൾ, ഉദാഹരണത്തിന് ചിട്ടികൾ, ചെറിയ ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ വാടക ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ചെറിയ വരുമാനമാണെങ്കിലും അവ കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. 3. സംരംഭകത്വ മനോഭാവം. എന്റർപ്രണറിയൽ മൈൻഡ് സെറ്റ്. ചെറുതായി തുടങ്ങുക, വലുതായി വളർത്തുക. അതാണ് ചാണക്യനീതി. ഒരു ചെറിയ ട്യൂഷൻ സെന്ററോ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഒരു ചെറിയ ബിസിനസ്സോ ആകട്ടെ, തുടങ്ങാൻ മടിക്കരുത്. ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വാല്യൂ നൽകുന്ന ഒരാളായി മാറണം. സുഹൃത്തുക്കളെ, എനിക്കിതൊന്നും പറ്റില്ല എന്ന ചിന്ത ആദ്യം ഉപേക്ഷിക്കുക. ചാണക്യൻ ചന്ദ്രഗുപ്തൻ എന്ന ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കിയത് അവന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലും ആ കഴിവുണ്ട്. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്ത്രീ തന്റെ കുടുംബത്തിന്റെ വെറുമൊരു അംഗമല്ല, അവൾ ആ കുടുംബത്തിന്റെ ശക്തിയാണ്. വിവരമാണ് അധികാരം. ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് പവർ. ചാണക്യൻ പറഞ്ഞു, അന്ധനായ മനുഷ്യന് കണ്ണാടി കൊണ്ട് എന്തു പ്രയോജനം? അതുപോലെ അറിവില്ലാത്തവന് സമ്പത്ത് കൊണ്ട് ഒരു ഗുണവുമില്ല. പല വീടുകളിലും സ്ത്രീകൾ അധ്വാനിക്കുന്നുണ്ട്, പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ആ പണം എവിടെ പോകുന്നു, എവിടെ നിക്ഷേപിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ അറിവില്ല. ബാങ്ക് കാര്യങ്ങൾ ഭർത്താവോ അച്ഛനോ സഹോദരനോ നോക്കട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്നത് ചാണക്യനീതിയല്ല. പണത്തിന്റെ കാര്യത്തിൽ അറിവില്ലായ്മ എന്നത് ഒരു വലിയ അപകടമാണ്. 1. സ്വന്തം പണത്തിന്റെ കണക്ക് വയ്ക്കുക. നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട്, ഇൻഷുറൻസ് പോളിസികൾ, സ്വർണ്ണ പണയം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ചെക്ക് ബുക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഓൺലൈൻ ബാങ്കിംഗ് എങ്ങനെ സുരക്ഷിതമായി ചെയ്യാം എന്നതൊക്കെ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. ചാണക്യൻ പറയുന്നത് പോലെ തന്റെ ധനം എവിടെയാണെന്നറിയാത്തവൻ വേഗത്തിൽ ദരിദ്രനാകും. 2. നിക്ഷേപങ്ങളിലെ ചതിക്കുഴികൾ തിരിച്ചറിയുക. പെട്ടെന്ന് പണം ഇരട്ടിയാക്കാം എന്ന് പറഞ്ഞു വരുന്ന ലോട്ടറികളിലോ വ്യാജ സ്കീമുകളിലോ പോയി വീഴരുത്. ചാണക്യൻ എപ്പോഴും യുക്തിയിൽ വിശ്വസിച്ചിരുന്നു. അമിതമായ ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഒന്നിന്റെയും പിന്നാലെ പോകരുത്. പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് ആ സ്ഥാപനത്തെക്കുറിച്ചും അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും സ്വയം പഠിക്കുക. മറ്റൊരാളുടെ വാക്കുകേട്ട് മാത്രം നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ആർക്കും കൊടുക്കരുത്. 3. ഗവൺമെന്റ് പദ്ധതികൾ പ്രയോജനപ്പെടുത്തുക. സ്ത്രീകൾക്കായി സർക്കാർ നൽകുന്ന നിരവധി സാമ്പത്തിക പദ്ധതികളുണ്ട്. കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്ന ലോണുകൾ, ലഘുസമ്പാദ്യ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുക. അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ അറിവുള്ളവരാണെന്ന് കാണുമ്പോൾ ആരും നിങ്ങളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ മുതിരില്ല. സുഹൃത്തുക്കളെ, പണം കയ്യിലുണ്ടാകുന്നത് ഭൗതികമായ ശക്തിയാണെങ്കിൽ പണത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത് മാനസികമായ കരുത്താണ്. അറിവുള്ള സ്ത്രീ തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക മന്ത്രിയാണ്. ആ പദവി നിങ്ങൾ ഏറ്റെടുക്കുക. പണത്തെക്കുറിച്ചുള്ള ഓരോ ചെറിയ അറിവും നിങ്ങളെ കൂടുതൽ സ്വതന്ത്രയാക്കും. മക്കൾക്ക് നൽകേണ്ട സാമ്പത്തിക പാഠങ്ങൾ. പാസിംഗ് ദ വിസ്ഡം ടു നെക്സ്റ്റ് ജനറേഷൻ. ആചാര്യ ചാണക്യൻ പറഞ്ഞു, മക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സ്വത്ത് അറിവാണ്, പ്രത്യേകിച്ച് അതിജീവനത്തിനുള്ള അറിവ്. പല അമ്മമാരും മക്കൾ ചോദിക്കുമ്പോഴേക്കും പണം എടുത്തു കൊടുക്കാറുണ്ട്.
മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ പണത്തിന്റെ മൂല്യം പഠിപ്പിക്കാതെ വളർത്തുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. 1. പണം അധ്വാനത്തിന്റെ ഫലമാണെന്ന് പഠിപ്പിക്കുക. പണം ATM-ൽ നിന്നോ ബാങ്കിൽ നിന്നോ ചുമ്മാ വരുന്നതല്ലെന്നും അത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളിയുടെയോ കഠിനാധ്വാനമാണെന്നും മക്കൾ മനസ്സിലാക്കണം. കുട്ടിക്കാലം മുതൽക്കേ ചെറിയ കാര്യങ്ങൾക്കായി പണം സമ്പാദിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. പണം ചെലവാക്കുന്നതിനേക്കാൾ സന്തോഷം അത് സമ്പാദിക്കുന്നതിലാണെന്ന് അവർ നിങ്ങളിൽ നിന്ന് കണ്ടു പഠിക്കണം. 2. ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. ചാണക്യൻ എപ്പോഴും മിതവ്യയത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. വേണമെന്ന് തോന്നുന്നതെല്ലാം വാങ്ങാനുള്ളതല്ല, അത്യാവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കാനുള്ളതാണ് ജീവിതം എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് അവരെ ഭാവിയിൽ വലിയ കടക്കെണികളിൽ നിന്ന് രക്ഷിക്കും. ഒരു ചോക്ലേറ്റ് വാങ്ങുമ്പോഴായാലും ഒരു ഫോൺ വാങ്ങുമ്പോഴായാലും അതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവരോട് സംസാരിക്കുക. 3. പെൺകുട്ടികൾക്ക് നൽകേണ്ട പ്രത്യേക കരുത്ത്. നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ അവൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്ത്രീധനം അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താണ്. വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴും അവൾ സാമ്പത്തികമായി ആരെയും ആശ്രയിക്കേണ്ടി വരരുത് എന്ന ബോധം അവളിൽ വളർത്തുക. നീ ഒരു രാജകുമാരിയാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നീ സ്വന്തം സാമ്രാജ്യം ഭരിക്കാൻ ശേഷിയുള്ളവളാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഒരു അമ്മ സാമ്പത്തികമായി ബോധവതിയാകുമ്പോൾ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടുന്നു. നിങ്ങൾ ഇന്ന് ശീലിക്കുന്ന ഈ ചാണക്യതന്ത്രങ്ങൾ നാളെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും പ്രകാശമായി മാറും. പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയുന്ന മക്കൾ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 മിനിറ്റുകളായി നമ്മൾ സംസാരിച്ചത് വെറും പണത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ അന്തസ്സിനെക്കുറിച്ചാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ആചാര്യ ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രം അവസാനിപ്പിക്കുന്നത് ഒരു വലിയ സത്യം പറഞ്ഞുകൊണ്ടാണ്. ഭാഗ്യം എന്നത് ആകാശത്തുനിന്ന് വീഴുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ ബുദ്ധിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരിയായിരിക്കരുത്. നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക കടിഞ്ഞാൺ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള ആ ധീരമായ തീരുമാനം. 1. മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. നിങ്ങളുടെ വരുമാനം എത്ര ചെറുതായാലും വലുതായാലും ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക മന്ത്രിയാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞതുപോലെ രാജ്യം കീഴടക്കുന്നതിനു മുൻപ് സ്വന്തം മനസ്സിനെ കീഴടക്കുക. അനാവശ്യ ചെലവുകളോടും ഭയത്തോടും എനിക്ക് കഴിയില്ല എന്ന ചിന്തയോടും യുദ്ധം പ്രഖ്യാപിക്കുക. 2. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട്. സാമ്പത്തികമായി സ്വതന്ത്രയായ ഒരു സ്ത്രീ എന്നത് ഒരു കുടുംബത്തിന്റെ വിളക്കാണ്. അവൾ തളരില്ല, അവൾ തോറ്റുകൊടുക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഓരോ രൂപയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ അടയാളമാണ്. അതിനെ വളർത്തുക, അതിനെ സംരക്ഷിക്കുക. നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ എന്റെ കയ്യിൽ ഇതിനുള്ള പരിഹാരമുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ നിങ്ങൾക്ക് കഴിയണം. സുഹൃത്തുക്കളെ, ഈ 10 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാകട്ടെ. പണം നിങ്ങളെ ഭരിക്കാനല്ല, നിങ്ങൾ പണത്തെ ഭരിക്കാനായി ജനിച്ചവരാണ്. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ വെറും അറിവുകളല്ല, അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനുള്ള ആയുധങ്ങളാണ്. നിങ്ങൾ ഈ നിമിഷം മുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് നടത്തുക. നിങ്ങൾക്കായി മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കായി, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിക്കായി. ഈ വീഡിയോ നിങ്ങൾക്ക് നൽകിയ കരുത്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ചാണക്യ മലയാളത്തിന്റെ ഈ സാമ്പത്തിക പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ വിജയകഥകൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രയാകും എന്നുറപ്പുള്ളവർ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് ജയിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നന്ദി.